പോൾ ചെയ്യപ്പെട്ട ഹിന്ദു വോട്ടുകളും 90% അത് ഹാർഡ് കോർ ആയിട്ടുള്ള സഖാക്കന്മാർ ഒഴികെ ബാക്കി എൻ ബ്ലോക്ക് ആയിട്ട് ഹിന്ദു വോട്ടർമാർ കെ സുരേന്ദ്രൻ വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ്. നമ്മൾ മുസ്ലിം സമുദായം എന്നും BJPക്കെതിരെ അല്ലെങ്കിൽ തീവ്രമായി മതപരമായി ചിന്തിച്ച് വോട്ട് ചെയ്യുന്ന ആളുകൾ എന്നുള്ളതൊക്കെ ആ ഒരു വിശ്വാസത്തിന് ഇളക്കം തട്ടുന്ന രീതിയിൽ മഞ്ചേശ്വരത്ത് ഒരു വിഭാഗം മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ കെ സുരേന്ദ്രനെ പിന്തുണച്ചു എന്നുള്ളത് തന്നെയാണ്. നമസ്കാരം. നോക്കൂ, തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. രാഷ്ട്രീയ കേരളം ഏറെ ശ്രദ്ധയോടെ എന്തായിരിക്കും റിസൾട്ട് എന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മണ്ഡലത്തിൻ്റെ വിശകലനമാണിന്ന്. നോക്കൂ, മഞ്ചേശ്വരം തന്നെയാണ്. മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ ജയിക്കുമോ? NDA അക്കൗണ്ട് തുറക്കുമോ? അതുപോലെ തന്നെ നോക്കൂ, AKM അഷ്റഫിലൂടെ മുസ്ലിം ലീഗ് അവിടെ ആ സീറ്റ് നിലനിർത്തുമോ എന്നുള്ളത് തന്നെയാണ്. എന്തായിരിക്കും യാഥാർത്ഥ്യം എന്നൊന്ന് നമുക്ക് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. നോക്കൂ, കൃത്യമായിട്ടൊരു വിശകലനം ഇക്കാര്യത്തിൽ ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനു മുമ്പ് നടന്ന തിരഞ്ഞെടുപ്പുകളിലെ ഫലങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. നോക്കൂ, 2009 പാർലമെന്റ് ഇലക്ഷനിൽ അവിടെ UDF, നമുക്കറിയാം അവിടെ കാസർഗോഡ് പാർലമെന്റിലേക്ക് മത്സരിക്കുന്നത് കോൺഗ്രസ് ആണ്. അതുകൊണ്ട് മുസ്ലിം ലീഗിന് അവിടെ നമുക്ക് പറയാൻ പറ്റില്ല, UDF എന്ന് കണക്കാക്കാം. UDF നേടിയത് 37.63% വോട്ടാണ്. ആ സമയത്ത് NDA നേടിയത് 31.19 LDF നേടിയ 28.57%. നോക്കൂ, നേരെ 2001 അസംബ്ലി വരുമ്പോൾ മുസ്ലിം ലീഗ് തിരിച്ചു വരുന്നു. മുസ്ലിം ലീഗ് 37.47, കുറച്ച് ശതമാനം കുറഞ്ഞു, കുറച്ച് കൂടുകയാണ്. നോക്കൂ, കുറച്ച് കൂടുകയാണ് കെ സുരേന്ദ്രനിലൂടെ അല്ലെങ്കിൽ NDAയുടെ വോട്ട് 33.2% കൂടി 33.09%. LDFനും കുറയുകയാണ്. നോക്കൂ, 26.38%. 2014 പാർലമെന്റ് ഇലക്ഷനിൽ 38.59 വളരെ കൂടി UDFന്. അതുപോലെ തന്നെ NDAയുടെയും 34.3% വോട്ടായി വർദ്ധിച്ചു. എന്നാൽ വലിയ കുറവ്, ഒരു 5% വോട്ട് കുറയുകയാണ് LDFന്, 21.65. 2016 അസംബ്ലി ഇലക്ഷനിലാണ് വലിയ പോരാട്ടം നടന്നത്. 89 വോട്ടിന് മാത്രം സുരേന്ദ്രൻ തോറ്റ തിരഞ്ഞെടുപ്പ്. അപ്പോൾ മുസ്ലിം ലീഗിന് കിട്ടിയ 35.8% വോട്ട്, 35.74% വോട്ട് നോക്കൂ, കെ സുരേന്ദ്രനിലൂടെ NDA നേടി. 26.79%, വലിയ മോശമല്ലാത്ത രീതിയിൽ LDFും വോട്ട് നേടിയിരിക്കുന്നു. നേരെ മറിച്ച് 2019 പാർലമെന്റ് ഇലക്ഷനിലേക്ക് വന്നപ്പോഴേക്കും NDA 35% വോട്ടും 35.6% വോട്ടും, LDF 20.5% വോട്ട്, 42.6% വോട്ട് നോക്കൂ UDF നേടുന്നു. 2021 അസംബ്ലിയിൽ 38.14% മുസ്ലിം ലീഗിലൂടെ UDF നേടുന്നു. 37.71 നോക്കൂ, ഈ ശ്രീകാന്ത് മത്സരിച്ചപ്പോൾ, അതിലൂടെ ശ്രീകാന്ത് അല്ല, അത് അശ്വിനിയാണ് തോന്നുന്നു, അശ്വിനി മത്സരിച്ചപ്പോൾ NDA നേടുന്നു 37.71, 23.57 CPM നേടുന്നു. നോക്കൂ, ഇതാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലെ യാഥാർത്ഥ്യം. നോക്കൂ, അത് വലിയ എല്ലാ പാർട്ടികൾക്കും കൃത്യമായി ബേസ് വോട്ട് ഉണ്ട് എന്നുള്ളത് തന്നെ. ഇതിൽ വലിയ മാറ്റം വരുന്നത് നോക്കൂ, 2009 നിന്ന് 2021 എത്തുമ്പോൾ CPMന് 5% വോട്ട് വ്യത്യാസം. CPMന്റെ വോട്ടുകളാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ പാർലമെന്റ് ഇലക്ഷനിൽ കോൺഗ്രസ് മത്സരിക്കുമ്പോൾ വോട്ട് കൂടുന്നു, UDFന് മുസ്ലിം ലീഗ് മത്സരിക്കുമ്പോൾ കുറച്ച് കുറയുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. നോക്കൂ, എന്താണ് ഈ 2025 ഇലക്ഷനിലെ ഫലം? എന്തായിരിക്കും വരിക? എങ്ങനെയാണ് വോട്ടർമാർ പ്രതികരിച്ചത്? നമുക്കതൊന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. നോക്കൂ, അവിടെ 81% വോട്ട് അവിടെ പോൾ ചെയ്യപ്പെട്ടു. 81%. മുൻ തെരഞ്ഞെടുപ്പിൽ 77% 4%. ആ 4% വോട്ടുകൾ എന്ന് പറയുന്നത് നോക്കൂ, SIRനെ തുടർന്ന് കൃത്യമായി ശുദ്ധീകരിക്കപ്പെട്ട പട്ടിക ആയതുകൊണ്ട് തന്നെ ആ ഒരു 4% വോട്ടൊന്നും വലിയൊരു വർധനമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ ഓർക്കുക, 1,86,400 വോട്ടാണ് അവിടെ പോൾ ചെയ്യപ്പെട്ടത്. അതിൽ നോക്കൂ, ഡെമോഗ്രഫി അനുസരിച്ച് അല്ലെങ്കിൽ മതപരമായിട്ടുള്ള മതപരമായിട്ടുള്ള ജനങ്ങളുടെ ജനസംഖ്യാനുപാതത്തിൽ പറയുകയാണെങ്കിൽ നോക്കൂ, 100,000 വോട്ടുകൾ മുസ്ലിം വോട്ടുകളാണ് അവിടെ പോൾ ചെയ്യപ്പെട്ടത്. നോക്കൂ, 81,000 വോട്ടാണ് ഹിന്ദു വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടത്. മറ്റ് ബാക്കിയുള്ള വോട്ട് ഒരു 4,000-5,000 ക്രിസ്ത്യൻ വോട്ടുകളാണ്. എങ്ങനെയാണ് ഇവിടെ നമ്മുടെ ഒരു സ്ഥാനാർത്ഥി വിജയിക്കുന്നതിലേക്ക് എത്തപ്പെടുക? നോക്കൂ, കൃത്യമായിട്ടും മതപരമായ പോളറൈസേഷൻ വലിയ രീതിയിൽ നടക്കുന്ന ഒരു ഇടമാണ്, ഒരു നിയമസഭാ മണ്ഡലമാണ് മഞ്ചേശ്വരം. ഒരു ഭാഗത്ത് മുസ്ലിങ്ങളും ഒരു ഭാഗത്ത് ക്രിസ്ത്യാനും. പക്ഷെ അവിടെ അത്ഭുതകരമായിട്ടുള്ള മറ്റൊരു കാര്യം ഉണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നോക്കൂ, അവിടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട വലിയൊരു വിഭാഗം മുസ്ലിം ലീഗിന് എതിരാണ് എന്നുള്ളത് തന്നെയാണ്. ഒരു 30,000 മുകളിൽ 30,000 വോട്ടിന് മുകളിൽ LDF വോട്ട് പിടിക്കുകയാണെങ്കിൽ കെ സുരേന്ദ്രൻ അവിടെ വിജയിക്കും എന്നുള്ളത് തന്നെയാണ്. 30,000 മുകളിൽ. അതിനൊരു കാരണം
നോക്കൂ, AP അബൂബക്കർ മുസ്ലിം, AP സുന്നികൾ എന്ന് വിളിക്കുന്ന, റിവാൾ സുന്നികൾ എന്നൊക്കെ വിളിക്കുന്ന AP വിഭാഗം ഒരിക്കലും മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യാൻ തയ്യാറാകാറില്ല എന്നുള്ളത് തന്നെയാണ്. BJP വോട്ട് ചെയ്താൽ പോലും മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യില്ല ഞങ്ങൾ എന്ന് പറയുന്ന AP വിഭാഗം സുന്നികൾ ഒരുപാടുണ്ട്. അവരുടെ വോട്ട് BJP പോവില്ല, പക്ഷേ അവരുടെ വോട്ട് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ തന്നെ വീഴാനാണ് സാധ്യത. അതുപോലെ തന്നെ ഇപ്പോൾ വലിയൊരു ഘടകം SDP ആണ്. അവർ 15,000 വോട്ട് ഞങ്ങൾക്കുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ 10,000 വോട്ടിനടുത്ത് സ്വാധീനിക്കാൻ അവർക്ക് കഴിയും. ആ വോട്ടും നോക്കൂ, കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലടക്കം വലിയ രീതിയിൽ SDPIയെ ആക്രമിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി നേതൃത്വം നൽകുന്നത്. മുസ്ലിം ലീഗ് അവിടെ SDPIയെ വളരെ അപമാനിതരാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയത്. അതുകൊണ്ട് ഇപ്രാവശ്യം കൃത്യമായിട്ട് അവർ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചെങ്കിലും അവർ ഈ BJP വിജയിക്കുന്നത് അവർക്ക് വിഷയമല്ല, പകരം മുസ്ലിം ലീഗിനോടുള്ള പ്രതികാരം തീർക്കണം എന്നുള്ളൊരു മനോഭാവം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ വോട്ടുകൾ എൻബ്ലോക്കായി LDFന് പോകാനാണ് സാധ്യത. നോക്കൂ, 1,86,000 വോട്ടിൽ അവിടെ 4 മുസ്ലിം സമുദായത്തിൽപ്പെട്ട 4 സ്ഥാനാർത്ഥികൾ സ്വതന്ത്രരായിട്ടുണ്ട്. അവരെല്ലാവരും കൂടി ഒരു 3,000 വോട്ട് പിടിക്കുമെന്നാണ് കരുതുന്നത്. 2,500 3,000 വോട്ടിനടുത്ത് പിടിക്കും എന്നാണ് കരുതുന്നത്. ബാക്കിയുള്ള നോക്കൂ, ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയുണ്ട്, ക്രിസ്ത്യൻ വോട്ടുകളിലുള്ള സ്ഥാനാർത്ഥിയുമുണ്ട്. നോക്കൂ, അതിലെല്ലാം കഴിഞ്ഞ് 1,80,000 വോട്ടിൽ നിന്ന് വേണം നമ്മൾ കണക്ക് കൂട്ടാൻ. 30,000 വോട്ട് പോയാൽ പോലും 1,50,000, 76,000-77,000 വോട്ടുകൾ പിടിച്ചാൽ, 76,000-77,000 വോട്ടുകൾ സുരേന്ദ്രൻ പിടിച്ചാൽ സുരേന്ദ്രൻ വിജയിക്കാവുന്നതാണ്. അതിന് സാധ്യത ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം നോക്കൂ, മുസ്ലിം വോട്ടുകളിൽ ഇടതുപക്ഷം കടന്നു കയറി ഇടതുപക്ഷത്തിലേക്ക് വോട്ടുകൾ പോകും. അത്രത്തോളം മഞ്ചേശ്വരം മണ്ഡലത്തിൽ SDPIയുടെ പ്രചരണം, SDPIയുടെ നിലപാടും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ സ്ട്രാറ്റജിക്കലായിട്ടുള്ള, കാരണം തിരഞ്ഞെടുപ്പ് വിദഗ്ധൻ ആണ്, കൃത്യമായിട്ട് തിരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന വിദഗ്ധൻ തന്നെയാണ് K. സുരേന്ദ്രൻ. വളരെ സൈലൻ്റായി പൊതുയോഗങ്ങൾ പോലും നടത്താതെ വളരെ സൈലൻ്റ് ആയിട്ടുള്ള പ്രവർത്തനമായിരുന്നു. അതുകൊണ്ട് തന്നെ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് നോക്കൂ, K. സുരേന്ദ്രൻ അവിടെ വിജയിക്കുകയാണ്, മഞ്ചേശ്വരം വിജയിക്കുകയാണ്. നോക്കൂ, എൻ ബ്ലോക്കായിട്ട് അവിടെ 90% പോൾ ചെയ്യപ്പെട്ട ഹിന്ദു വോട്ടുകളും 90% അത് ഹാർഡ് കോർ ആയിട്ടുള്ള സഖാക്കന്മാരൊഴികെ ബാക്കി എൻ ബ്ലോക്കായിട്ട് ഹിന്ദു വോട്ടർമാർ K. സുരേന്ദ്രൻ വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ്. 81,000 വോട്ടിൽ കുറഞ്ഞത് നോക്കൂ, 81,000 വോട്ടിൽ ഒരു 72,000 വോട്ടെങ്കിലും K. സുരേന്ദ്രൻ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. മറിച്ച് നോക്കൂ, മുസ്ലിം വോട്ടുകളിൽ ഒരു 3,000 വോട്ടും 3,500 വോട്ട് K. സുരേന്ദ്രൻ ലഭിക്കും എന്നുള്ളത് വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. അത്രത്തോളം നമ്മൾ മുസ്ലിം സമുദായം എന്നും BJPക്കെതിരെ അല്ലെങ്കിൽ തീവ്രമായി മതപരമായി ചിന്തിച്ച് വോട്ട് ചെയ്യുന്ന ആളുകൾ എന്നുള്ളതൊക്കെ ആ ഒരു വിശ്വാസത്തിന് ഇളക്കം തട്ടുന്ന രീതിയിൽ മഞ്ചേശ്വരത്ത് ഒരു വിഭാഗം മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ K. സുരേന്ദ്രനെ പിന്തുണച്ചു എന്നുള്ളത് തന്നെയാണ്. ആ സുരേന്ദ്രൻ വിജയിക്കുകയാണെങ്കിൽ അവിടെ മുസ്ലിം സമുദായത്തിൻ്റെ ഒരു വോട്ടിൻ്റെ ഒരു സഹായം കൂടി ഉണ്ടാകും എന്നുള്ളതാണ്. ക്രിസ്ത്യൻ വിഭാഗത്തിൽ 1,000-1,500 വോട്ടുകൾ അദ്ദേഹത്തിന് കിട്ടാൻ സാധ്യതയുണ്ട്. ഒരു 76,000-78,000 വോട്ട് വരെ BJP അവിടെ വിജയിക്കാൻ സാധ്യത കാണുന്നു. എന്തായാലും ഒരു 1,500-2,000 വോട്ടിന് K. സുരേന്ദ്രൻ ജയിക്കും എന്നുള്ളത് തന്നെയാണ് ഈ വിശ്വാസമല്ല, കണക്കുകൾ നമ്മോട് പറയുന്നത് അത് തന്നെയാണ്. അങ്ങനെ K. സുരേന്ദ്രൻ ജയിച്ചാൽ കേരളത്തിലെ, കാരണം 1,00,000-നടുത്ത് വോട്ടുകൾ മുസ്ലിം വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ട ഒരു മണ്ഡലത്തിൽ 81,000 മാത്രം ഹിന്ദു വോട്ടുകളിൽ പോൾ ചെയ്യപ്പെട്ട ഒരു മണ്ഡലത്തിൽ നോക്കൂ, K. സുരേന്ദ്രൻ ജയിക്കുകയാണെങ്കിൽ K. സുരേന്ദ്രനായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് കൊണ്ടുപോവുക. അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ് ഒരു കൗതുകകരമായ മറ്റൊരു കാര്യം.